PNC ആയാലും അതല്ല LBS ആണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമൻ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഇൻഡെക്സ് മാർക്ക് അല്ലെങ്കിൽ അവരുടെ റാങ്ക് ലിസ്റ്റ് അയച്ചു തന്നിട്ട് ഇന്ന മാർക്കിന് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നലെ PNC പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എത്രാമതാണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരെ അല്ലെങ്കിൽ എത്ര ഇൻഡെക്സ് വരെയാണ് അഡ്മിഷൻ നടന്നത് എന്ന് നോക്കാവുന്നുള്ള ആകെ ചെയ്യാവുന്നൊരു പോംവഴി. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അഡ്മിഷനുമായിട്ട് ചിലപ്പോൾ ഈ വർഷം യാതൊരു ബന്ധവും ഇല്ലെന്ന് വരാം, ചിലപ്പോൾ അതുപോലെ തന്നെ ആവണമെന്ന് വരാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു ഐഡിയ മാത്രമാണ്. ഈ ഒരു ഇത്ര ഇൻഡെക്സ് വരെ എടുത്തു, അപ്പോൾ എൻ്റെ ഇൻഡെക്സ് ഇത്രയാണ് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ മാത്രമേ നമുക്ക് അതിലൂടെ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം PNC മൊത്തം 6 അലോട്ട്മെൻറ്റാണ് നടന്നത്. ഈ 6 അലോട്ട്മെൻറ്റിൽ അവസാനം എടുത്ത കുട്ടിയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 424 ആണ്. ഈ 424 ഇൻഡെക്സ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ 3980 മുതൽ 4123 വരെയുള്ള കുട്ടികൾക്കാണ് 424 എന്ന ഇൻഡെക്സ് മാർക്ക് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇതിലും മാറ്റം ഉണ്ടായേക്കാം. പക്ഷെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഐഡിയ വെച്ചിട്ട് 3980 റാങ്ക് ലിസ്റ്റിനും 4123 റാങ്ക് ലിസ്റ്റിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും 424 ഇൻഡെക്സ് മാർക്കാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം PNC മാർക്കിൽ മൊത്തം 6 അലോട്ട്മെൻറ്റാണ് നടന്നതെന്ന് പറഞ്ഞു. ഇതിൽ 6ാമത്തെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 424 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയതിൽ ആദ്യത്തെ കോളേജ് എന്ന് പറയുന്നത് ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗ്, ശാസ്ത്രമംഗലം, തിരുവനന്തപുരം. അവിടെ മൊത്തം 2 കുട്ടികൾക്കാണ് 424 ഇൻഡെക്സുള്ള മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയത്. പിന്നെ ഒരു കോളേജ് എന്ന് പറയുന്നത് സെൻറ്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ്, കട്ടാനം, ആലപ്പുഴയാണ്. ആലപ്പുഴ വന്നിരിക്കുന്നത് 2 കുട്ടികൾക്ക് തന്നെയാണ് അഡ്മിഷൻ കിട്ടിയത്. അടുത്ത കോളേജ് വേളാങ്കണ്ണി മാതാ കോളേജ്, കോട്ടയമാണ്. അവിടെ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്, അത് 424 ഇൻഡെക്സ് മാർക്കായിരുന്നു. പിന്നെ പരബ്രഹ്മ കോളേജ് ഓഫ് നഴ്സിംഗ്, ഓച്ചിറ, കൊല്ലം. അവിടെ 4 കുട്ടികൾക്കായിരുന്നു മൊത്തത്തിൽ അലോട്ട്മെൻറ്റ്, 6ാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയത്. ഈ 4 കുട്ടികളുടെ ഇൻഡെക്സ് 424 തന്നെയായിരുന്നു. അടുത്ത കോളേജ് രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ്, വെള്ളറട, തിരുവനന്തപുരം. അവിടെ അഡ്മിഷൻ കിട്ടിയതിൽ 5 കുട്ടികളിൽ 2 കുട്ടികളുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 424 ആയിരുന്നു. ഇത്രയും കോളേജുകളിലാണ് 424 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഈ വർഷം അതിലൊന്നും ചിലപ്പോൾ നല്ല മാറ്റം ഉണ്ടാവാം, ചിലപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷമായി ഒരിക്കലും ഈ വർഷം അതുപോലെ ആയിരിക്കും എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ആകെ ഇത്ര ആയിരിക്കാം എന്നൊരു ഏകദേശം ഐഡിയ കിട്ടുക മാത്രമാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.